ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് CBI റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന്. ജസ്നയെ പറ്റി സൂചനയൊന്നുമില്ല. ജസ്ന മതപരിവർത്തനം ചെയ്തിട്ടില്ലെന്നും CBI. കൂടുതൽ വിവരങ്ങൾ അനന്തകൃഷ്ണൻ നൽകും. അനന്തൻ, ഈ ജസ്നയുടെ തൊട്ടരികെ എത്തിയെന്ന് ക്രൈംബ്രാഞ്ച് അവകാശപ്പെട്ടിരുന്നല്ലോ, ആ വാദത്തെ തള്ളുകയാണോ CBI? എന്തൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത്? അഞ്ജിത, ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയും SP-യും ഒക്കെ പറഞ്ഞതിനെ പൂർണ്ണമായും CBI നിരാകരിക്കുകയാണ്. ജസ്ന മതപരിവർത്തനത്തിന് വിധേയമായി ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന നിലയിലായിരുന്നു, അത്തരം സൂചനകൾ നൽകിക്കൊണ്ടായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. പക്ഷേ അങ്ങനൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജസ്നയെ സംബന്ധിച്ച് എന്നാണ് CBI ഇപ്പോൾ അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം CJM കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ജസ്ന ഏതെങ്കിലും തരത്തിൽ മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടില്ല. കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള മിക്കവാറും എല്ലാ ഈ മതപരിവർത്തന കേന്ദ്രങ്ങളും പരിശോധിച്ചു. പ്രത്യേകിച്ച് കേരളത്തിൽ പൊന്നാനി ആര്യസമാജം അടക്കമുള്ള സ്ഥാപനങ്ങൾ പരിശോധിച്ചു. അവിടെയൊന്നും അത്തരം തെളിവുകൾ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, തമിഴ്നാട്ടിൽ കണ്ടെത്തി എന്നാണ് ക്രൈംബ്രാഞ്ച് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ തമിഴ്നാട്ടിലോ കർണാടകയിലോ മുംബൈയിലോ ജസ്നയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. അതിനൊപ്പം തന്നെ ഈ രാജ്യത്ത് ഈ ജസ്നയുടെ തിരോധാനത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അജ്ഞാത മൃതദേഹങ്ങൾ ഏതാണ്ട് മിക്കവയും CBI പരിശോധിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ സൂയിസൈഡ് പോയിന്റുകൾ മിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ലോവർ പെരിയാർ മേഖലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അജ്ഞാത മൃതദേഹങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതായത് ജസ്ന മരിച്ചതിനും ഒരു തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജസ്ന എങ്ങോട്ട് പോയി എന്ന് പൂർണ്ണമായും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. കോവിഡ് സമയമായിരുന്നു. അതിനുശേഷം കോവിഡ് കാലഘട്ടം വന്നു. ആ സമയത്ത് ജസ്ന കോവിഡ് വാക്സിൻ എടുത്തതിനോ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനോ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിതാവിനെയും സുഹൃത്തിനെയും ബ്രെയിൻ ടെസ്റ്റിന് BEOS എന്ന ടെസ്റ്റിന് വിധേയമാക്കി. അപ്പോൾ അവർ നൽകിയ മൊഴിയെല്ലാം പൂർണ്ണമായും സത്യമാണ് എന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ജസ്നയുടെ തിരോധാനം ഇനി ജസ്നയെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ കൂടി സഹായം തേടി എന്ന് ഈ റിപ്പോർട്ടിൽ CBI പറയുന്നുണ്ട്. അതിനുവേണ്ടി യെല്ലോ നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇനി ഇന്റർപോളിൽ നിന്ന് ഈ യെല്ലോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിവരം കിട്ടിയാൽ മാത്രമേ തുടരന്വേഷണത്തിന് സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്നയുമായി ബന്ധപ്പെട്ട തിരോധാന കേസ് തൽക്കാലം CBI അവസാനിപ്പിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശരി.